ബെഡ്മേലും കൂടെ വെക്കൂല കേട്ടോ, ഇങ്ങനെ കൈമ പിടിച്ച് കൊണ്ടുകൊടുക്കായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുക ഉപ്പനെ, ഉപ്പ ഞാനിങ്ങനെ പ്രശ്നമായിട്ടുണ്ട്. കോളേജിൽ കയറിയിട്ട് 5 മാസം കഴിഞ്ഞാൽ ഞാനൊരു ഐപാഡ് വാങ്ങിച്ചു. ഓ അത് വല്ലാത്തൊരു ഫീലാ. അങ്ങനെ പഠിപ്പിക്കായിരുന്നെങ്കിൽ ഈ കുട്ടി എന്നോ പാർട്ട് ടൈം ജോബ് ചെയ്യായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഫ്രീഡം. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോട്, പ്രത്യേകിച്ച് ഇന്ത്യത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇപ്പം നിങ്ങളിപ്പം പാരലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോയി. നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിൽ 99% സ്റ്റുഡൻസും ഈ ഒരു പഠിക്കുന്ന സമയത്ത് അവർ അക്കാഡമിക്സ് ആയിട്ടും ജോബായിട്ടും മാത്രമാണ് ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ, കാരണം പഠിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു, അതിൽ മാർക്ക് വരുന്നു, പിന്നെ നമ്മൾ ഫ്രഷറായിട്ട് നമ്മൾ പുതിയ ജോബിന് പോകുന്നു. പക്ഷെ ഇതേ സംഭവം ഇതേ സ്റ്റുഡന്റ് ഇപ്പൊ ഇവിടെ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ മുടക്കാനുള്ള പാരന്റ്സ് ആണ് ഇവിടെ ചേർത്ത്. അതിന് പകരം ആ പാരന്റ്സിന്റെ അടുത്ത് 1 കോടി രൂപ മുടക്കാണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പാരന്റ് തന്നെ ഈ കുട്ടിയെ UK-ലോ അല്ലെങ്കിൽ US-ലോ വിട്ട് പഠിപ്പിക്കും. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കായിരുന്നെങ്കിൽ ഈ കുട്ടി എന്നോ പാർട്ട് ടൈം ജോബ് ചെയ്യായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടില് ശരിക്കും നമുക്ക് ആ ഒരു സിസ്റ്റം, അതായത് നമ്മുടെ നാട്ടില് ഈ എന്താ പറയാ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒന്ന് അക്കാഡമിക്സും ജോബും കൂടി കണക്ട് ചെയ്യണം. ശരിക്കും അക്കാഡമിക്സും ജോബും കൂടി ലിങ്ക് ചെയ്യണം ശരിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് വേണം. ആ ഒരു ആസ്പെക്ടിലും കൂടി നമുക്ക് ശരിക്കും പിള്ളേരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു ടൈമാണ് ശരിക്കും, അല്ലേ? ആ ഒരു തോട്ട് ശരിക്കും നമ്മൾ ഇപ്പത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ലൈഫ് സ്റ്റൈലിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതൊക്കെ കേട്ടോ. അറിയാലോ, ഇപ്പൊ ഞാൻ കോഴിക്കോടാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു മാസം ജീവിക്കണം ശരിക്കും ഒരു 5,000 6,000 നമ്മൾ ഫുഡിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യും. ഹോസ്റ്റൽ ഫുഡ് അല്ലാതെ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മുടെ പേരൻസ്, അത് നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അത് നമ്മുടെ പേരൻസിനോട് നമുക്ക് ചോദിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഇൻ മൈ കേസ് അതാണ് കേട്ടോ. എനിക്ക് പണ്ട് എന്ന് പറയുമ്പോൾ ഈ +1 +2 പഠിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പൈസ സ്വന്തമായിട്ട് കുറച്ച് ഏർണിംഗ് വേണം, നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ. നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉപ്പന്റെ പൈസയല്ലേ എടുക്കുന്നത്, ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. +2 ഞാൻ പഠിച്ചത് CBSE ആണ്, ഇന്റഗ്രേറ്റഡ് കോച്ചിങ് എടുക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് പൈസ അവിടെ അത്യാവശ്യം നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കോഴ്സിന് വേണ്ടിയിട്ട്. അന്ന് മുതലേ എനിക്കൊരു റിഗ്രറ്റ് അടിച്ച് തുടങ്ങിയിരുന്നു. അയ്യോ ഇത്ര പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ അന്ന് എൻട്രൻസിന് കയറിയിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. ശരിക്കും അതാണ് ഇങ്ങനെ ഗ്രോ ചെയ്ത് എനിക്ക് ഉള്ളിലൊരുണ്ടായിരുന്നെ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കണം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഏർണിങ് വരുന്നത് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയ സമയത്താട്ടോ എന്റെ ഫസ്റ്റ് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ വരുന്നത്. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് ഏർണിങ്. അന്ന് ആ ടൈമില് യൂട്യൂബ് തുടങ്ങുമ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അവരിങ്ങനെ ഇത്ര ഓഫർ ചെയ്തു, നിങ്ങൾക്ക് ഇത്ര ഏർണിംഗ് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ വാവ് എന്നുള്ള രീതിയിലായി. പിറ്റേന്നാണ് ഞാൻ പോയിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അത്രയും കാലം എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല. ഫസ്റ്റ് ഏർണിംഗ് അവർ ഓഫർ ചെയ്തതിനു ശേഷമാണ് ഞാൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് ഏർണിംഗ് വരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റേസിൽ ജോയിൻ ചെയ്തു. റേസിൽ അവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അവിടെ മുതലാണ് പിന്നെ എനിക്ക് കുറച്ച് ഏർണിങ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. ഞാൻ കുറച്ച് സേവ് ചെയ്യാൻ വെച്ചൊക്കെ തുടങ്ങി. സേവിങ്സ് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഗോൾ ഇട്ടു. ഓക്കെ, എനിക്ക് എന്റെ ഫസ്റ്റ് ഗോൾ തന്നെ ഐപാഡ് വാങ്ങിക്കണം എന്നായിരുന്നു, എന്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഐപാഡ് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പൊ അതെനിക്ക് വീട്ടിൽ ചോദിക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് എന്റെ ഉപ്പനോട് ഇങ്ങനെ ഐപാഡ് വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവരെ മേത്തൊരു സംഭവമല്ലേ. എന്റെ അനിയന്മാർ 2 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അതിനു വേണ്ടി കൂട്ടി വെക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. അങ്ങനത്തെ രീതിയിലാണ് എന്റെ ഫസ്റ്റ് ഏർണിംഗ് വരുന്നത്. അങ്ങനെ ഞാൻ ഒരു 3-4 മാസം കഴിഞ്ഞാൽ, കോളേജിൽ കയറിയിട്ട് 5 മാസം കഴിഞ്ഞാൽ ഞാനൊരു ഐപാഡ് വാങ്ങിച്ചു. ഓ അത് വല്ലാത്തൊരു ഫീലാ, സ്വന്തം പൈസനോട് ഒരു ഐപാഡ് വാങ്ങിക്കാന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ സ്വന്തമായിട്ട് ഒരു ഐപാഡ് വാങ്ങിച്ചു. പിന്നെ ശരിക്കും എനിക്ക് ഇതെന്ത് പറ്റി കഴിഞ്ഞാലും നമുക്ക് ആരോടും പറയാനില്ലല്ലോ. ഓക്കെ, ക്ലാസ് പൊട്ടി കഴിഞ്ഞാൽ എന്റെ ഐപാഡ് അല്ല എന്നൊക്കെ രീതിയിൽ ആദ്യം ഞാനത് ബെഡ്മേലും കൂടെ വെക്കൂല കേട്ടോ, ഇങ്ങനെ കൈമ പിടിച്ച് കൊണ്ടുനടക്കായിരുന്നു. ബാഗിലൊക്കെ ഇടുമ്പോൾ അതിന്റെ കേസൊക്കെ ഇട്ടിട്ട്, കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ കാണുമ്പോ കുട്ടിയെ പോലെ മെയിനായിട്ട് ഈ ഐപാഡ് വാങ്ങുന്ന ടൈമിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും കാലം ഉപ്പന്റെയും ഉമ്മനെയും പൈസ കഴിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇത് സ്വന്തമായിട്ട് ഞാൻ എത്ര മണിക്കൂർ പണിയെടുത്തുണ്ടാക്കിയ പൈസയാന്നൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു തോട്ട് വന്ന ഓക്കെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത്. അപ്പൊ പിന്നെ അതിനുവേണ്ടി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയും പണിയെടുക്കാൻ വേണ്ടി നോക്കും. ഇപ്പൊ ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഉമ്മനോട് ഉപ്പനോട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പോയിക്കോട്ടെ വെച്ചപ്പം നിന്റെ പൈസ അല്ല, 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഫ്രണ്ട്സാ പോയത്.
അവര് വർക്ക് ചെയ്യുന്നുണ്ടോ? അവര് ഒരാളെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് സ്കോളർഷിപ്പിന് പൈസ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതാണ് 3 ആൾക്കാരും പോയത്. നിങ്ങളെ കോളേജിൽ പിള്ളേർക്ക് എന്താ അവസ്ഥ? മീൻസ് അവിടെയൊക്കെ പിള്ളേർ പൊതുവെ ഇൻകം മീൻസ് അവര് എല്ലാവർക്കും ഞാൻ കോഴിക്കോടത്തെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണമെങ്കിൽ ഇൻകം വേണം. നമുക്കിപ്പോ രാത്രി ചായ കുടിക്കാൻ പോകണം, ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഒക്കെ എന്തായാലും ഇൻകം വേണം. എല്ലാവരും ജോലിക്ക് പോകാൻ തയ്യാറാണ്. ട്യൂട്ടർ ചെയ്യുന്നുണ്ട്, കുറെ പേര് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഈ MBBS എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാ. മീൻസ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള കുട്ടികൾക്ക് നീറ്റ് ആസ്പിറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കര കാര്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പോലും അവർ നന്നായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ കുറെ പേര് മെന്റർഷിപ്പ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കാൻ പോകുന്നവരുണ്ട്, ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്, പേഴ്സണലി പോയിട്ട് ട്യൂഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഒരു ഇൻകം ഉള്ള ആൾക്കാരാണ്. ചെറുതും വലുതുമായിട്ടുള്ള കുറെ ഇൻകം ഉണ്ട്. അവരവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ളത് അവരെല്ലാരും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റുഡൻസിനോട് പറയാനുള്ളത് വെച്ചാൽ ഈ ഫ്രീഡം ആണ് അതിന്റെ ആ ഒരു വട്ടം നിങ്ങൾക്ക് ആ ഫ്രീഡം അനുഭവിച്ചു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ പണിയെടുക്കും. സത്യം. പിന്നെ അതിൽ ഒരു മെയിൻ ഇഷ്യൂ ഞാൻ പറയട്ടെ, സ്റ്റുഡൻസ് മാത്രമല്ല പാരന്റ്സും. കാരണം ഇപ്പം എനിക്ക് ഇവിടെയുള്ള പല സ്റ്റുഡൻസിന്റെ അനുഭവം എന്താ വെച്ചാല് പാരന്റ്സ് ആണ് ബ്ലോക്ക് ചെയ്യുന്നത്. പാരന്റ്സ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, ഞാൻ നിങ്ങൾക്ക് പൈസ കൊടുക്കാം. പൈസ കൊടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുത്ത് അവരെ വഷളാക്കുന്നത് ഈ പാരന്റ്സ് ആളാണ് ഒരു ആസ്പെക്ട് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇവിടെ ഞങ്ങളുടെയൊക്കെ ഈ IDC ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഈ പാർട്ട് ടൈം ജോബൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഈ പാരന്റ്സ് ആണ് പലപ്പോഴും നിങ്ങൾ എന്റെ മോള് വർക്ക് ചെയ്യണ്ട, കാരണം അവൾക്ക് ഞാൻ പൈസ കൊടുത്തോണ്ട്. അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, പൈസ ഇല്ല കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് പൈസ എക്സ്പീരിയൻസ് ആര് കൊടുക്കും? അവരൊരു കോൺസെപ്റ്റില് ഞാൻ കുറെ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ, എന്റെ മക്കൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ പണിക്കൊന്നും പോകണ്ടെന്നുള്ള ഒരു ഇതിലാണ്. പക്ഷെ എന്റെ ഉപ്പ കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസർ, അപ്പൊ എന്റെ ഉപ്പ കോളേജിന്റെ ഇതൊക്കെ അറിയാം. പറഞ്ഞു സ്വന്തമായിട്ട് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കി പോയിക്കോ. എന്റെ ഉപ്പ അങ്ങനെ പറയാം. ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകാന്ന് പറഞ്ഞപ്പോ സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ പോയിക്കോ. ഞാൻ ഇപ്പഴത്തെ ഞാൻ ഫോൺ എടുത്തു, അതും എന്റെ സ്വന്തം ഏണിങ്ങിനോട് എടുത്തതാ. അപ്പൊ ഉപ്പ ഇങ്ങനെ പറഞ്ഞു സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിൽ എടുത്തു. അങ്ങനെ ഫുൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ആയി. പിന്നെ അങ്ങനെ പേരന്റ്സിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും പാർട്ട് ടൈം ജോബിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കും എന്തിനാ നീ പോകുന്നത്, നിനക്ക് അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തത്. പിന്നെ എനിക്ക് എന്റെ ഉപ്പ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്കോളർഷിപ്പ് ഒന്നുമില്ല കേട്ടോ. ഒരു പക്ഷെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് മടിയാവും. നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യൂല, നമ്മൾ ശരിക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. പക്ഷെ വേറെ വഴിയില്ല, സ്കോളർഷിപ്പും ഇല്ല. പിന്നെ പേരന്റ്സിനോട് ചോദിക്കാനുള്ള ഭയങ്കര ഒരു മടി, ഇത്ര വയസ്സായില്ല ഇനി പേരന്റ്സിന്. ഗേൾ ബോയ് എന്നൊന്നുമില്ല, അപ്പം 21-22 വയസ്സായ ഒരു ബോയ്ക്കും ഉണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷെ പേരന്റ്സിനോട് ചോദിക്കാനുള്ള മടി ഉണ്ടാവും, എത്രാന്ന് വെച്ചിട്ട് അവരോട് ചോദിക്കാന്നുള്ളത്. അതൊരു ഗേൾ എന്ന ആസ്പെക്റ്റിലും ഞാനിങ്ങനെ പറയുന്നതായിരിക്കും, ഓക്കെ എനിക്കൊന്നും വേണ്ട, ഞാൻ പറയും എന്നെ കല്യാണം കഴിപ്പിക്കുമ്പോൾ എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട എന്നൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഗേൾ ആണെങ്കിലും ബോയ് ആയിക്കഴിഞ്ഞാലും സ്വന്തമായിട്ടൊരു ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി നോക്കാം. നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ലേ ബോയ്സിന് എന്തുകൊണ്ടാണ് പുറത്തേക്ക് കൂടുതലായിട്ട് വിടുന്നത്, ട്രിപ്പിനൊക്കെ വിടാറുണ്ട് നമ്മൾ ചോദിക്കില്ലേ? കാരണം അവര് പേരൻസ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ പുറത്ത് പോയി കഴിഞ്ഞാലും ലൈക്ക് അവർക്ക് അവിടെ നിന്നെങ്കിലും ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അവർക്ക് കഴിയുന്നുള്ളത് പേരൻസ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാ. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്തേക്ക് വിടാത്തത്? നമ്മൾ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുക ഉപ്പനെ, ഉപ്പാ ഞാനിങ്ങനെ പ്രശ്നമായിട്ടുണ്ട്, അല്ല എന്നെ ഒന്ന് കൂട്ടാൻ വരുമോ എന്ന് നമ്മളെപ്പോഴും വിളിക്കാറില്ലേ? എന്ന് നമ്മൾ ആ ട്രസ്റ്റ് മീൻസ് അവരുടെ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. എവിടെയെങ്കിലും ഒരു സിറ്റുവേഷൻ എത്തിയാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റും, അന്ന് നമ്മൾ അവർ വിടും. അന്ന് ഞാൻ പറഞ്ഞില്ല ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരുന്നത്, അതുവരെ എന്റെ ഉപ്പൊക്കെ അറിയാം ഞാൻ പൈസന്റെ കാര്യത്തിൽ കുറച്ച് റെസ്പോൺസിബിൾ ആണ്, സ്പെൻഡ് ചെയ്യുന്നതിലും ഏൺ ചെയ്യുന്നതിലും കുറച്ച് റെസ്പോൺസിബിൾ ആണെന്ന് അറിയാം. എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഊരിപ്പോരാൻ എനിക്ക് അറിയാമെന്നറിയാം. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് വിടാൻ കാരണം. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ ഫ്രണ്ട്സ് വീട്ടിൽ ചോദിക്കുന്ന സമയത്ത് അവരെ പുറത്ത് വിടാറില്ല. മീൻസ് അടുത്താണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും എങ്ങോട്ടാ പോണേ എന്താ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ച പേരൻസ് എന്താ അങ്ങോട്ട് പറയാൻ കാരണം എന്നുള്ളത്. പക്ഷെ അവരെ കൂടെ എന്റെ ഫ്രണ്ട്സിന് കൂടെ ട്രിപ്പ് പോയപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് പേരൻസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത്. കാരണം അവർക്ക് ഒരു മെട്രോയിൽ കയറണമെങ്കിൽ പോലും എന്താ ചെയ്യാ, അതെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് പോയി കണ്ടുപിടിക്കാൻ അതൊന്നും ഉണ്ടാവില്ല. ഇവരെ പേരൻസ് ഇത് കണ്ടു വളരുന്നല്ലേ, ഇവർക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ലാന്ന്. അപ്പൊ അതും പേരൻസ് റെസ്പോൺസിബിൾ ആണ്. ഇവർ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പഠിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ നമ്മളൊരു ശരിക്കും ഒരു ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളെ കൊണ്ട് സ്വന്തം മാനേജ് ചെയ്യാൻ പറ്റുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. ഇപ്പൊ ഇത് കാണുന്ന കുറെ ഗേൾസ് ഉണ്ടാവും, പുറത്തു പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ അവർക്കൊരു ഉറപ്പ് കൊടുക്കുക. നമ്മൾ എവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ നിന്നൊന്നും ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് സ്വന്തം സാധിക്കുന്നുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഫ്രീഡം.